ഹായ് ഡിയേഴ്സ്, ഓണം സീരീസിൽ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് 4 ടേബിൾ സ്പൂൺ തേങ്ങ, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ ചതച്ച കടുക്, ഒരു നുള്ളു ജീരകം ഇട്ട് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇനി നമുക്ക് തക്കാളി പച്ചടിക്ക് ആവശ്യമായ 4 തക്കാളി എടുത്ത് നമുക്ക് മുറിക്കാം. ഞെട്ടെല്ലാം കളഞ്ഞ് മുറിച്ചെടുക്കണം. തക്കാളിക്ക് നല്ല പുളിയുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന തൈരിന് അത്ര പുളി പാടില്ല. തക്കാളിക്ക് ഒട്ടും പുളിയില്ല എന്നുണ്ടെങ്കിൽ നല്ല പുളിയുള്ള തൈരാണ് നമുക്ക് എടുക്കേണ്ടത്. മത്തൻ പച്ചടി, തൈര് പച്ചടി, പഴം പച്ചടി, ബീട്രൂട്ട് പച്ചടി, അങ്ങനെ പലതരം പച്ചടികളുടെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. നമ്മുടെ തക്കാളിയെല്ലാം മുറിച്ചതിന് ശേഷം നമുക്കതിനെ ഒരു പാനിലേക്ക് മാറ്റാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീക്കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാം. തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നു, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. തക്കാളി എല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും മൂടി വെച്ച് വേവിക്കാം. തക്കാളി നല്ലപോലെ ഉടയണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വേവിക്കാം. ഞാനിപ്പോൾ ഇത് ഇത്രയേ വേവിക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ അരപ്പും വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് വീണ്ടും അടച്ച് വെച്ച് കുറച്ച് സമയം വേവാൻ വെക്കണം. അപ്പോഴേക്കും നമ്മുടെ തൈര് ഒന്ന് ഉടച്ചെടുക്കാം. നമ്മൾ സ്പൂൺ വെച്ച് തന്നെ ഉടച്ചാൽ മതി, മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ തക്കാളി എന്തായി എന്ന് നോക്കാം നമുക്ക്. തേങ്ങയെല്ലാം വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി സ്വിച്ച് ഓഫ് ചെയ്യാം. അതിനുശേഷം മാത്രം തൈര് ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിനി താളിക്കണം. അതിനായി നമ്മുടെ കുഞ്ഞ് ചീനി ചട്ടി എടുത്ത് അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ഇട്ട് കൊടുക്കുക. ഒരു 4-5 മണി ഉലുവയും ഇട്ട് 2 വറ്റൽമുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ ഇളക്കിയ ശേഷം അതിന് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ തക്കാളി പച്ചടി റെഡി. എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയല്ലേ? നിങ്ങളും ഇതുണ്ടാക്കി നോക്കണേ. താങ്ക്